ഭവനമാണ് പള്ളികൾ. അതിന് ഒരുപാട് മഹത്വമുണ്ട്, അതിന്റെ പവിത്രതയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കഅബയ്ക്ക് മാത്രമല്ല ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ പള്ളികളും അല്ലാഹുവിന്റെ ഭവനമാണ്. അതിനും മഹത്വവും പവിത്രതയും. അതുകൊണ്ട് തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളികളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലാഹുവിന്റെ പള്ളികളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ബുദ്ധിമാന്ദ്യം പിടിച്ച കുട്ടികൾ പള്ളിയിൽ നിൽക്കാൻ പാടില്ല, അവർ ഒഴിവാക്കണം. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കുട്ടികൾ, അവരെ പള്ളിയിൽ നിന്ന് ഒഴിവാക്കണം. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഴക്കും ബഹളവും തമ്മിലടിയും പള്ളിയിൽ പാടില്ല, കച്ചവടം പള്ളിയിൽ പാടില്ല, ഒരു മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ സാധനം പള്ളിയിൽ തിരഞ്ഞു നടക്കാൻ പാടില്ല, പള്ളിക്കകത്ത് വെച്ചൊരു മൊബൈൽ കളഞ്ഞുപോയി, എന്റെ മൊബൈൽ കിട്ടിയോ എന്ന് ചോദിക്കാൻ പാടില്ല, പള്ളിക്കകത്തിരുന്നുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, 7ഓളം കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളിയൊക്കെ പുകയ്ക്കണം. അതൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ മറന്നുപോയി. പണ്ടൊക്കെ ഉണ്ടായിരുന്ന പള്ളിക്ക് എത്ര വർഷം പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ വല്ലാത്ത അത്ഭുതം. ഞാൻ ലക്ഷദ്വീപിൽ പോയപ്പോൾ ഒരു പള്ളിക്ക് 100 വർഷം പഴക്കം. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിൽക്കുന്ന പള്ളിക്ക് ഏകദേശം 900 വർഷം പഴക്കാറായെന്ന്. ഈ വലിയ പെരുന്നാളാകുമ്പോ എത്രയോ വർഷം പഴക്കുണ്ട് ഈ പള്ളിക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വെള്ളിയാഴ്ച ദിവസമൊക്കെ പള്ളി പുകയ്ക്കണം. അതുപോലെയുള്ള അല്ലാഹുവിന്റെ പള്ളികൾ, അതിനെ ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം, അതിന്റെ പവിത്രതകൾ മനസ്സിലാക്കണം. നമുക്കതില്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ ചിന്തിച്ചു നോക്ക് ഇന്നത്തെ പള്ളികളുടെ അവസ്ഥയൊക്കെ ചിന്തിച്ചു നോക്കുക. ആർക്കാ പള്ളി നോക്കാൻ സമയം? വലിയ പള്ളി, AC പള്ളി, വലിയ വലിയ മിനാരങ്ങൾ കെട്ടിപ്പോകാൻ മാത്രം, നിസ്കരിക്കാൻ ആളില്ല. പള്ളിയിൽ സമ്പത്തുണ്ടെങ്കിൽ പിന്നെ ഏതവസ്ഥയിൽ, ഞാൻ എവിടെയാ പറയുന്നത്, വല്ലാത്ത അത്ഭുതമുണ്ട്. പ്രായമുള്ളവരൊക്കെ ചിന്തിച്ചു നോക്ക്. പള്ളിയൊക്കെ എന്ന് പറഞ്ഞാൽ, പള്ളിയിൽ ഇന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്താഗതികളൊക്കെ കടന്നു വന്നു. ഇന്ന് പള്ളി ഭരണമാണ്, എല്ലാവർക്കും ഭരിക്കാനാണ് മനസ്സ്. ഇപ്പൊ തന്നെ അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ലില് തുടങ്ങാൻ ഇലക്ഷനാണ്. എല്ലായിടത്തും പണ്ടൊക്കെ ഏതെങ്കിലും ഒരു പ്രായമുള്ള മനുഷ്യന്റെ അടുക്ക പോയിട്ട് നിങ്ങൾ പ്രസിഡന്റ് ആകണമെന്ന് പറഞ്ഞാൽ അള്ളാഹ് ഞാൻ വരില്ല, എനിക്ക് വയ്യാന്ന് പറഞ്ഞ് കരയും. പള്ളിയിൽ സെക്രട്ടറിയും പ്രസിഡന്റിനായിട്ട് നാട്ടുകാർ മുഴുവൻ ഒരു വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ ഞാൻ നിൽക്കില്ല, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന്. ഇന്ന് കാലമൊക്കെ മാറി. ഇന്ന് കാലം മാറിയിട്ട് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നടത്തുന്ന പോലെ ഇന്ന് പള്ളികളൊക്കെ തെരഞ്ഞെടുപ്പ്. അല്ലാഹു നമുക്ക് ഗെയിമോ നൽകി ഗ്രഹിക്കുമാറാകട്ടെ. ഞാനിത് പറയാനുള്ള കാരണം, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കി. എല്ലാവരും നോമിനേഷൻ എഴുതി വെച്ചിരിക്കാൻ, കൊടുക്കാൻ പലരും കൊടുത്തു, ഇനി ചിലര് കൊടുക്കാൻ തയ്യാറായിരിക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എല്ലാവരും ഈ നോമിനേഷനൊക്കെ കൊടുക്കുമ്പോ എല്ലാവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. എന്റെ ചിന്ത, പള്ളിയുടെ പ്രസിഡന്റ്, എന്റെ പേരെഴുതിയിട്ട് അതിന്റെ താഴെ ഇങ്ങനെ ബ്രാക്കറ്റിൽ പഴയ പള്ളി മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഖജാൻജിയാണ്, അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഒരു മെമ്പറാണെന്ന് എഴുതപ്പെടാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം, അങ്ങനെ ഒരു മനസ്സാണ് നമുക്ക് പലർക്കും. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ കഅബയിൽ ലോകത്തിലെ ഏറ്റവും നല്ല ഭവനം, അല്ലാഹുവേ 2 റക്അത്ത് നിസ്കരിച്ചാൽ ലക്ഷങ്ങളുടെ പ്രതിഫലം കിട്ടുന്ന ആ ഭവനം സൗദി ഗവൺമെന്റാണ് നോക്കുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സൗദിയുടെ രാജാവ് ഏതെങ്കിലും ഒരു പരിപാടിയിൽ കഅബയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിന്റെ താഴെ നോക്കിയാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും ഖാദിമുൽ കഅബ, കഅബയുടെ സേവകൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഖാദിമുൽ കഅബത്തി, കഅബയുടെ സേവകൻ, അല്ലാതെ കഅബയുടെ പ്രസിഡന്റ് എന്നല്ല എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പള്ളി ഭരണമല്ല, പരിപാലനമാണ് നമുക്ക് വേണ്ടത്. പള്ളി അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ പറയുന്നു, പള്ളി ഭരിക്കേണ്ടതാരാ? നമുക്ക് ആർക്കാ യോഗ്യതയുണ്ട്? ഞാനിത് പറയുന്നത് പള്ളിക്കകത്തിരിക്കുന്ന നിങ്ങളോടല്ല. 36 കൗൺസിലർമാരുണ്ട്. ഇൻഷാ അല്ലാഹ് അവരുടെ പ്രവർത്തനം അവസാനിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി അവർ തയ്യാറെടുക്കുന്നുണ്ടോ ഇല്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാ. ഈ 36 കൗൺസിലർമാർ, അവർക്ക് ഒന്ന് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സമയമില്ലാത്തവർ എന്തിനായി പണിക്ക് നിൽക്കുന്നത്? സമയമില്ലാത്തവർ അല്ലാഹുവിന്റെ പള്ളിയിൽ പേരല്ല വേണ്ടത്, ഒരു നല്ല കാര്യം ചെയ്യാനുള്ള മനസ്സ് ഈ 36 പേരെന്ന് ചിന്തിക്കും. ഒരു ദിവസമെങ്കിലും ഈ പള്ളികളെ എവിടെയെങ്കിലും കിടക്കണം, ഒരു ഇലയെങ്കിലും എടുത്ത് കളയാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവിടെ വിവാഹം കഴിഞ്ഞു 16-ാം തീയതി, കഴിഞ്ഞ മാസം 16-ാം തീയതി വിവാഹം കഴിഞ്ഞു. ഇന്ന് 10 മണി വരെ ഈ കസേര ഇവിടെ കിടന്ന് പൊടികൊള്ളുക, ആർക്കും കൈയും കാലില്ലാന്നല്ല. പള്ളിയുടെ സാധനമാണ്, പള്ളിയുടെ സാധനം. അത് ഈ പള്ളിയുടെ കവാടത്തിന്റെ മുന്നിൽ മഴ നനഞ്ഞു പൊടിയടിച്ച് കിടക്കുക. ഒരു ദിവസം ഒരെണ്ണം വെച്ചെടുത്താൽ മതിയായിരുന്നു. ഒരു മനുഷ്യന്മാരെ ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പള്ളി അമാനത്താണ്. അത് എടുത്തു കളയാൻ അതിന്റെ ജോലിക്കാർക്ക് മാത്രമല്ല, ആർക്കും എടുക്കാം. നിങ്ങൾ എനിക്ക് ഇമാമിനെ എടുക്കാം, എനിക്കെടുക്കാം. ഞാൻ വണ്ടി ഒതുക്കിയിടാന്നിട്ട് ഞാൻ തന്നെ എടുത്ത് മാറ്റി വെച്ചിട്ട് കയറി ഇടുന്നത്. നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല. പള്ളി പരിപാലനം അത് വല്ലാത്തതാണ്. നമ്മൾ നിസ്സാരമായി കാണേണ്ടതല്ല. അതിന്റെ ഭവിഷ്യത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം കടന്നു വരും, അന്ന് പള്ളിക്ക് അധികാരത്തിന് വേണ്ടി തമ്മിലടിയാണ്. മഹാനായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, നബിയെ പള്ളിയുടെ അധികാരം എനിക്ക് തരുമോ? പള്ളിയുടെ അധികാരം എനിക്ക് തരുമോ? അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈ കൊണ്ട് അടിച്ചിട്ട് പറഞ്ഞു, അബൂദറെ അത് നിനക്ക് വേണ്ട, അത് നിനക്ക് വേണ്ട. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അധികാരം എന്ന് പറയുന്നത് തേടി പോകാനുള്ളതല്ല, തേടി വരാനുള്ളതാണ്. അധികാരം എന്ന് പറയുന്നത് നമ്മൾ തേടി അങ്ങോട്ട് പോയാൽ നിനക്ക് നിന്യതിയാണെന്ന് ലഭിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അധികാരം തേടി അങ്ങോട്ട് പോയാൽ അവസാനം നാണക്കേടല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. അധികാരം എന്ന് പറയുന്നത് നമ്മളെ തേടി ഇങ്ങോട്ട് വരണം. നമ്മളെ തേടി വരുമ്പോഴാണ് അതിന് മഹത്വവും പവിത്രതയും വിലയുമുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ അധികാരം എങ്ങനെയും വെട്ടിയും പിടിച്ചും എന്ത് ഏത് മോശത്തരം കാണിച്ചിട്ടാണെങ്കിലും അധികാരം പിടിച്ചെടുക്കാൻ നോക്കുമ്പോൾ 4 പേരുടെ മുന്നിൽ ഞാൻ ജമാഅത്തിന്റെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, കൗൺസിലറാണ്, 4 പേര് വിളിക്കുന്നതിന് വേണ്ടി കണ്ടുപിടിക്കനാണെങ്കിലും പെണ്ണുപിടിക്കനാണെങ്കിലും വൃത്തികെട്ടവനാണെങ്കിലും പലിശ കച്ചവടക്കാരനാണെങ്കിലും ഏത് വൃത്തികെട്ടവരും വോട്ട് കൊടുത്ത് വിജയിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പേരിന്റെ പുറകിൽ മെമ്പർ എന്ന ഒരു പേരിന് വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ മഹാനായ അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ ഖബറിനകത്ത് നിന്ന് നാളെ പടച്ചവന്റെ പരലോകത്തേക്ക് ഒരു വിഭാഗം ജനങ്ങൾ എഴുന്നേറ്റ് വരും, ഒരു വിഭാഗം ജനങ്ങൾ എഴുന്നേറ്റ് വരും. അള്ളാന്റെ റസൂൽ പറയുന്ന നാളെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ, അള്ളാന്റെ റസൂൽ പറയുന്ന അവൻ നാളെ പരലോകത്ത് വരുമ്പോ ചങ്ങനാശ്ശേരിയിൽ 40 പേരറിയാൻ നീ മെമ്പറായ നാളെ പടച്ചവന്റെ പരലോകത്ത് വരുമ്പോ കോടാനുകോടി ജനങ്ങൾ നിന്നെ തിരിച്ചറിയും. എങ്ങനാ വരുന്നതെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന ഖബറിനകത്ത് നിന്ന് ആ മനുഷ്യൻ എഴുന്നേറ്റ് വരുമ്പോൾ അതാ ഒരു മലക കടന്നു വരികയാണ്. ഒരു മലക കടന്നു വന്നിട്ട് അവന്റെ പിൻഭാഗത്ത് അവന്റെ പിൻകാലത്തിൽ ഒരു കൊടി കുത്തി വെക്കുകയാണ്. ഇവന് ചതിയനാണ്, ഇവന് ചതിയനാണെന്ന് എഴുതിയ ഒരു കൊടിയുണ്ടല്ലോ, അവന്റെ പിൻകാലത്തിൽ കുത്തിവെച്ചിട്ട് ആ കൊടിയും പിടിച്ചുകൊണ്ട് ഇടഞ്ഞിടഞ്ഞ് പരലോകത്തേക്ക് നടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇവൻ നാളെ വരും. ഇവൻ നാളെ വരുമ്പോ തലയിലോ കയ്യിലോ ഒന്നുമല്ല കൊടി വെച്ചിരിക്കുന്ന, ഇവന്റെ മലതാരത്തിൽ കൊടി കുത്തി ഇറക്കിയിട്ട് എഴുതി വെച്ചിട്ടുണ്ടാകും ഇവൻ ചതിയനാണെന്ന്. ഇവൻ നല്ലത് ചെയ്യാമെന്ന് പറഞ്ഞ് മഹല്ലി കയറിയിട്ട് മഹല്ലിനെ നശിപ്പിച്ചവരാണെന്ന് അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാകും ഇവൻ ഇങ്ങനെ പരലോകത്ത് വരുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി